ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ ദയനീയമായ ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ ഉള്ളത്. പോയിന്റ് പട്ടികയിൽ 10ാം സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സ് ഉള്ളത്. 10 മത്സരങ്ങൾ കളിച്ചിട്ട് കേവലം 3 വിജയങ്ങൾ മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. അവസാനമായി കളിച്ച 5 മത്സരങ്ങളിൽ 4ലും തോൽക്കുകയായിരുന്നു. അതിൽ 3 മത്സരങ്ങളും പരാജയപ്പെട്ടത് സ്വന്തം സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ്. അങ്ങനെ എല്ലാം കൊണ്ടും ബ്ലാസ്റ്റേഴ്സിന് നാണക്കേടുകൾ മാത്രം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇത്. അതുകൊണ്ട് തന്നെ ആരാധകർ എല്ലാവരും കടുത്ത അമർഷത്തിലാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ സ്റ്റാറേക്ക് വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ലഭിക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഒഴിവാക്കണമെന്ന് പലരും ആവശ്യപ്പെടുന്നുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ പരിശീലകനായ ഇവാൻ വുക്കുമനോവിച്ചിനെ തിരിച്ചു കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുന്ന ആരാധകരും ഏറെയാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ബ്ലാസ്റ്റേഴ്സ് ആരാധകൻ തൻ്റെ അഭിപ്രായം എക്സിൽ അഥവാ ആ ഒരു പഴയ ട്വിറ്ററിൽ പങ്കുവച്ചിട്ടുണ്ട്. അതായത് സ്റ്റാറയെ കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവാനെ തിരികെ കൊണ്ടുവരേണ്ടതില്ലെന്നും പകരം സ്റ്റാറയ്ക്ക് 1 വർഷത്തെ സമയവും അദ്ദേഹം ആവശ്യപ്പെടുന്ന താരങ്ങളെയും ലഭ്യമാക്കുക എന്നതാണ് ചെയ്യേണ്ടത് എന്നുമാണ് ഈ ആരാധകൻ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം ഇങ്ങനെയാണ്: മിക്കേൽ സ്റ്റാറയെ നമുക്ക് ഒരിക്കലും കുറ്റപ്പെടുത്താൻ കഴിയില്ല. കാരണം നമ്മുടെ ഇന്ത്യൻ സ്ക്വാഡിൻ്റെ അവസ്ഥ അതാണ്. കളിക്കാനുള്ള എനർജി പോലും പലർക്കും ഇല്ല. 1 വർഷം കൂടി ഈ പരിശീലകൻ തന്നെ തുടരട്ടെ. എന്നിട്ട് അദ്ദേഹം ആഗ്രഹിക്കുന്നത് എന്തൊക്കെയാണോ അതൊക്കെ അദ്ദേഹത്തിന് മാനേജ്മെൻറ്റ് തന്നെ നൽകട്ടെ. ഇവാനെ തിരിച്ചു കൊണ്ടുവരിക എന്ന ക്യാമ്പയിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. കാരണം അത് കഴിഞ്ഞ കാലമാണ്. അതിൽ നിന്നും നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. നിലവിൽ നമുക്ക് ഉള്ളതെന്താണോ അതിലാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ആരാധകൻ എഴുതിയിട്ടുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്ത്യൻ സ്ക്വാഡ് ദുർബലമാണ് എന്നത് ഒരു വസ്തുതയാണ്. വിദേശ താരങ്ങളുടെ വ്യക്തിഗത മികവുകൾ മാത്രമാണ് പലപ്പോഴും ബ്ലാസ്റ്റേഴ്സിനെ തുണക്കുന്നത്. ഒരു കാലത്ത് മികച്ച ഇന്ത്യൻ സ്ക്വാഡ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടായിരുന്നു. എന്നാൽ പല താരങ്ങളെയും വിറ്റൊഴിവാക്കിയത് അക്ഷരാർത്ഥത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിയാവുകയായിരുന്നു. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.